Everybody, so now we will continue yesterday's class, guys. നമ്മൾ എന്തായിരുന്നു ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്? കൾച്ചർ മീഡിയ. സോ ഇന്ന് നമുക്ക് സെലക്റ്റീവ് മീഡിയനെ പറ്റി പഠിക്കാം കേട്ടോ. സിമ്പിളാണ്. സെലക്റ്റീവ് മീഡിയ എന്ന് വെച്ചാൽ മക്കളെ ഇറ്റ് മീൻസ് ഇങ്ങനത്തെ ഒരു അഗാർ ഇറ്റ് വിൽ അലൗ ഒൺലി സ്പെസിഫിക് ഓർഗാനിസംസ് ടു ഗ്രോ. ഓക്കെ, അപ്പം ഈ ഒരു അഗാർ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പം ഓരോ അഗാർ ഞാൻ പറയുന്ന എക്സാമ്പിളിലും ഇറ്റ് വിൽ അലൗ സ്പെസിഫിക് ഓർഗാനിസംസ് ടു ഗ്രോ. അതിനിഷ്ടമുള്ള എല്ലാ ഓർഗാനിസംസും ഈ ഇങ്ങനത്തെ സെലക്റ്റീവ് മീഡിയയിൽ ഗ്രോ ചെയ്യത്തില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ചില ഓർഗാനിസംസ് മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ മെക്കോങ്കി അഗാറാണ്. ഓക്കെ, പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് സ്പോട്ടേഴ്സായിട്ട് വെക്കാം. സോ ദിസ് ഈസ് മെക്കോങ്കി അഗാർ. ഓക്കെ, ഇതൊരു സെലക്റ്റീവ് മീഡിയ ആണ്, ഡിഫറൻഷ്യൽ മീഡിയ ആണ്, ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഞാനത് മൂന്നിൻ്റെയും അർത്ഥം പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ മൂന്നും എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോമ്പോസിഷൻ അറിയണം. മെക്കോങ്കി അഗാറിൻ്റെ കോമ്പോസിഷൻ ഓർത്ത് വെക്കേണ്ട ഒരു കോഡാണ് പ്ലാന്റ്. എന്താണ്? പ്ലാന്റ്. അപ്പം മെക്കോങ്കി അഗാർ എന്ത് വെച്ച് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് റൈറ്റ് P stands for peptone. Obviously എല്ലാ അഗാറിലും പെപ്റ്റോൺ ഉണ്ടാവും, നമുക്കറിയാം. A stands for agar. Okay, you know that. Okay, L is lactose. Okay, L is what guys? Lactose. അപ്പം ഈ ലാക്ടോസ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോടാ? 1 minute. Yeah guys, I got a call in between. So where were we? Yeah, so lactose, L is for lactose. എന്തിനാന്ന് വെച്ചാൽ ഓർഗാനിസം ലാക്ടോസ് ഫെർമെൻറ്റർ ആണോ അല്ലയോ എന്നറിയാനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരുന്ന ഓർഗാനിസംസ് ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ഫെർമെൻറ്റ് ചെയ്താൽ ഏത് കളർ കിട്ടുമെന്ന് അറിയോടാ? ഫെർമെൻറ്റ് ചെയ്താൽ പിങ്ക് കിട്ടും. ഫെർമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ദാ ഒരു പേൾ കളറായിരിക്കും. ഓക്കെ, സോ അപ്പം അതുകൊണ്ടാണ് നമ്മളിതിനെ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം നമ്മളിടുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ വളരുന്ന ഓർഗാനിസംസ് ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടോ, ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യുന്നില്ലേ നമുക്കറിയാൻ പറ്റും ബൈ സീയിങ് ദ കളർ. ഓക്കെ, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി N സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രൽ റെഡ്. ന്യൂട്രൽ റെഡ് എന്ന് പറഞ്ഞൊരു കോമ്പനൻറ്റ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ന്യൂട്രൽ റെഡ് എന്താണെന്ന് അറിയാം, അതൊരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഉപയോഗം? ഇപ്പോൾ ഈ വളരുന്ന ഓർഗാനിസംസ് ഉണ്ടല്ലോടാ, അവർ ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്താൽ നമുക്ക് കണ്ണിലൂടെ അത് കാണാൻ കഴിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രൽ റെഡ് ഇതിനകത്ത് ആഡ് ചെയ്യും. സോ ഇൻ കേസ് ലാക്ടോസ് ഫെർമെൻറ്റേഷൻ നടന്നാൽ ഈ ന്യൂട്രൽ റെഡ് എന്ത് പറ്റും? ആ കളർ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതേപോലെ കേട്ടോ. ലാക്ടോസ് ഫെർമെൻറ്റേഷൻ നടന്നില്ലെങ്കിൽ പേളായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ന്യൂട്രൽ റെഡ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നതിന്. എന്നുവെച്ചാൽ ഇതൊരു ഇൻഡിക്കേറ്റ് ചെയ്യാണ് ആ ഓർഗാനിസം ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിങ്ക് കളർ കിട്ടും. ഓക്കെ, സോ നമുക്കൊരു ഇൻഡിക്കേഷൻ തരികയാണത്. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി T എന്താണ്? ഇവിടെ ലാസ്റ്റ് വൺ T എന്ന് പറഞ്ഞാൽ അത് ടോറോകോലേറ്റ് ആണ്. ടോറോകോലേറ്റ് ബേസിക്കലി ഒരു ബൈൽ സോൾട്ട് ആണ്. ഓക്കെ, സോ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത് സെലക്റ്റീവ് ആണ്. മീനിങ് ബൈൽ സോൾട്ട്സ് ചില ഓർഗാനിസംസിനെ മാത്രമേ വളരാനായിട്ട് സഹായിക്കത്തുള്ളൂ. ഓക്കെ, ബാക്കി ചില ഓർഗാനിസംസിനോട് പറയാം നീ വളരണ്ടെന്ന് പറയും. ഓക്കെ, അപ്പം വളരെ സെലക്റ്റീവാണ് നമ്മുടെ ടോറോകോലേറ്റ്. അതൊരു ബേസിക്കലി ഒരു ബൈൽ സോൾട്ടാണ് അത് കേട്ടോ. സെലക്റ്റീവ് ആണ്. ഇറ്റ് അലൗസ് ഓൺലി സർട്ടൺ ഓർഗാനിസംസ് ടു ഗ്രോ ഇൻ ദ മീഡിയ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിതിനെ സെലക്റ്റീവ് മീഡിയ എന്നും കൂടെ പറയുന്നത്. ഓക്കെ, എടാ നെക്സ്റ്റ് വൺ ഇസ് ക്ലെഡ്. ക്ലെഡ് എന്താണ്? ഇറ്റ് ഈസ് അതിൻ്റെ ഫുൾ ഫോം ആദ്യമേ പഠിക്കുക. സിസ്റ്റീൻ ലാക്ടോസ് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻറ്റ്. ഓക്കെ, സോ ക്ലെഡ് അഗാർ see guys, it is same as മെക്കോങ്കി. ഓക്കെ, നമ്മുടെ മെക്കോങ്കി അഗാറിൻ്റെ സെയിം ഫീച്ചേഴ്സാണ് ക്ലെഡും. അതൊരു ഡിഫറൻഷ്യൽ മീഡിയ ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഇവിടെ ഓർഗാനിസം ലാക്ടോസ് ഫെർമെൻറ്റർ ആണോ അല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ലാക്ടോസ് ഫെർമെൻറ്റർ ആണെങ്കിൽ യെല്ലോ കളർ കണ്ടോടാ. ഈ ഒരു യെല്ലോ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആഡ് ചെയ്ത ഓർഗാനിസം എന്താണ്? ലാക്ടോസ് ഫെർമെൻറ്റർ ആണെന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് യെല്ലോ കളർ കിട്ടുന്നത്? കാരണം ഇവിടെ അവർക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്ലെഡിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുന്നുണ്ട്. ഞാനത് ബ്ലൂ കളറിൽ എഴുതാം. ഈ ക്ലെഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്താണ് ഗൈസ്? ഇറ്റ് ഈസ് BTB. വാട്ട് ഈസ് BTB? വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രോമോ തൈമോൾ ബ്ലൂ. It is what guys? Bromo thymol blue. Okay, so that is the indicator.
നൗ ഇഫ് യു ആസ് മീ ക്ലെഡ് ആണോ, ഞാൻ പറഞ്ഞു ക്ലെഡ് മെക്കോങ്കി ഏകദേശം സെയിം ആണ്. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഞാൻ പറഞ്ഞില്ല, അത് ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് നമുക്ക് കണക്കാക്കും. കാരണം ലാക്ടോസ്, ഒരു ഓർഗാനിസം ലാക്ടോസ് ഫെർമെൻറ്റർ ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? കാരണം നമ്മളൊരു ഇൻഡിക്കേറ്റർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡിക്കേറ്ററിൻ്റെ പേരാണ് BTB. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, നൗ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ ചോദിക്കുകയാണ് ക്ലെഡ് ആണോ, ഞാൻ പറഞ്ഞില്ലേ ക്ലെഡ് മെക്കോങ്കി ഏകദേശം സെയിം ആണ്. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. പക്ഷേ ഏതാണ് കുറച്ചും കൂടെ നല്ലത്, ഏത് മീഡിയ ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ക്ലെഡ് ആണ് നല്ലത്. കാരണം എന്താണെന്നറിയോടാ, ക്ലെഡ് അലൗസ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ടു ഗ്രോ. ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് നമുക്ക് ഇതിനകത്ത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മെക്കോങ്കിനകത്ത്, ഓക്കെ, മെക്കോങ്കിനകത്ത് ഞാൻ ഇവിടെ എഴുതാം, മെക്കോങ്കി അലൗസ് മോസ്റ്റ്ലി, ഓക്കെ, ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ടു ഗ്രോ. ഓക്കെ, മെക്കോങ്കിക്ക് കൂടുതൽ ഇഷ്ടം ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിനെയാണ്. അപ്പം കൂടുതൽ വളരുന്നത് എന്തായിരിക്കും? ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആയിരിക്കും അതിനകത്ത്. പക്ഷേ ക്ലെഡിനകത്ത് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ക്യാൻ ഗ്രോ വെരി വെൽ. ഓക്കെ, so Cled is a better media compared to Makongi. Okay, so guys, can we just stop it here today? നമുക്ക് സെലക്റ്റീവ് മീഡിയയിൽ നമുക്ക് TCBS പഠിക്കാനുണ്ട്, മാനിറ്റോൾ സോൾട്ട് അഗാർ ഉണ്ട്, ആൻഡ് ഫ്യൂ മോർ തിങ്സ് ഓൺ കൾച്ചർ മീഡിയ പ്രിറ്റി ലോങ് ചാപ്റ്റർ ആണ്. സോ ഐ call it a day today. Okay, I'll see you tomorrow guys. God bless you. Bye bye.